പാർട്ടുകൾ മനഃപൂർവ്വം വൈകിക്കുന്നതല്ല. ഇനി ഒട്ടും വൈകിക്കാതെ എല്ലാ ദിവസവും എല്ലാ പാർട്ടും ഇടുന്നതായിരിക്കും. കുറച്ച് പേരെങ്കിലും ഈ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. നീ ഇത് എന്തൊക്കെയാ പറയുന്നത് കാർത്തു? ഞാൻ അന്നേ പറഞ്ഞതല്ലേ രുദ്രേട്ടൻ്റെ ഉള്ളിൽ ഒരു പെണ്ണുണ്ടെന്ന്. അപ്പോൾ അമ്മ അത് തള്ളിക്കളഞ്ഞു. ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. രുദ്രേട്ടന് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ കൈലാസത്തെ തറവാട് ഒഴിച്ച് ബാക്കിയെല്ലാം അമ്മാവൻ വല്ല അനാഥാലയത്തിന് എഴുതി കൊടുക്കും. അത് പോട്ടെ എന്ന് വെക്കാം. രുദ്രേട്ടൻ ഇപ്പോൾ പഴയ അവസ്ഥയിലാണ് ഉള്ളത്. രുദ്രൻസ് ഗ്രൂപ്പ് ലോകത്തെ എല്ലായിടത്തും ശാഖ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൂടെ ഒരു അടുക്കളക്കാരിക്ക് വിഴുങ്ങാൻ കൊടുക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ അമ്മേ. കാർത്തികക്ക് തല പെരുത്തു തുടങ്ങി. ഈ അമ്മ ഇതെന്ത് കരുതിയിട്ടാ ആ പെണ്ണിനെ മടിയിലിരുത്തി ലാളിക്കുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ദിര പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും അത് അമ്മയുടെ പെറ്റമ്മ തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെയല്ലേ അവർ നമ്മളോട് പെരുമാറുന്നത്? നിന്നോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞതാ അമ്മയോട് കുറച്ച് തഞ്ചത്തിലല്ല നിൽക്കാൻ. നിനക്കാണെങ്കിലോ ഏതു നേരവും തർക്കുത്തരവും അഹങ്കാരവും. അമ്മ പറഞ്ഞ രുദ്രൻ തട്ടില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇന്ദിര ചോദിച്ചു. ഓ, തള്ളയുടെ വക്കാലത്തൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് നേടിയെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം, കാർത്തിക ദേഷ്യത്തോടെ പറഞ്ഞു. അത് നിന്റെ മുത്തശ്ശിയാണ് കാർത്തു, അത് ഓർമ്മ വേണം. ഓ പിന്നെ ഒരു മുത്തശ്ശി. അമ്മ എന്നോട് തർക്കിക്കാതെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക ആദ്യം. കാർത്തികയും ഇന്ദിരയും ഒരുമിച്ചിരുന്ന് തല പുകഞ്ഞ് ആലോചിച്ചു തുടങ്ങി. കൈവെള്ളയിലിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അത്രയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതിയായിരുന്നു ഇരുവരിലും അപ്പോൾ മുഴച്ചു നിന്നിരുന്നത്. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മേ. കാർത്തിക നിരാശയോടെ ഇന്ദിരയെ നോക്കി. എൻ്റെ ഉള്ളിൽ ഒരു പദ്ധതിയുണ്ട്. ഇന്ദിര കാർത്തികയെ കണ്ണുകൾ ചുരുക്കിയൊന്ന് നോക്കി. എന്ത് പദ്ധതി? കാർത്തികയുടെ മുറുകിയ മുഖം ഒന്ന് അയഞ്ഞു വന്നു. അതൊക്കെ ഉണ്ട്. ഇന്ദിര കുടിലമായി ഒന്ന് ചിരിച്ചു. ഇനി നിന്നെ നോക്കാൻ പോലും ആരും ഇന്നാട്ടിൽ ധൈര്യം കാണിക്കില്ല. അമ്മാതിരി അലക്കല്ലേ ആ ചെറുക്കനെ രുദ്രനിട്ട് അലക്കിയത്, അമേയ ആവേശത്തോടെ പറഞ്ഞു. മൂവരും കൂടെ അന്ന് അമ്പലത്തിൽ പോയി വരുന്ന വരവായിരുന്നു. എന്നാലും ഗൗരി, നിന്റെ ഒരു ഭാഗ്യം. നീ അന്ന് രുദ്രൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാൻ അടക്കം നിന്നെ പരിഹസിച്ചതാ. ഒന്ന് ആലോചിച്ച് നോക്ക്. നാളെ നിങ്ങളുടെ കല്യാണം കഴിയുകയാണെങ്കിൽ നീ പിന്നെ കോടീശ്വരിയാണ്. അമ്മയുടെ കണ്ണുകൾ ഗൗരിയുടെ ഭാവി മുൻകൂട്ടി കണ്ടിട്ടെന്ന പോലെ ഒന്ന് തിളങ്ങി വന്നു. നിനക്കുണ്ടായിരുന്നു ആ ഭാഗ്യം. നീ അത് വേരോടെ പിഴുതെറിഞ്ഞിട്ടല്ലേ. എങ്ങനെ തലകുത്തി നിന്നാലും സന്ദീപേട്ടനെ പോലെ ഒരാൾ നിനക്ക് ഇനി കിട്ടില്ല അമ്മു. ചിത്ര പുച്ഛത്തോടെ അവളെ നോക്കി. ചിത്ര, കുറേ എല്ലാം ഞാൻ കേട്ടില്ല എന്ന് നടിക്കുന്നുണ്ട് എന്ന് കരുതി നീ അങ്ങ് എൻ്റെ തള്ളാവാൻ നോക്കല്ലേ. ഇനി ഞാൻ എന്ത് വേണമെന്നായി നീ പറയുന്നത്? സന്ദീപിൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് വിധവവേഷവും കെട്ടി വെള്ളസാരിയും ചുറ്റി നടക്കണോ? അമ്മയ്ക്ക് പൊടുന്നതിന് ദേഷ്യം വന്നു. നീ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യണമെന്നില്ല. പക്ഷെ നാളെ ഒരിക്കൽ നിനക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ചെയ്തു പോയ തെറ്റൊക്കെ ആലോചിച്ച് നീ കരയേണ്ടി വരും, ചിത്ര താക്കീതോടെ പറഞ്ഞു. അമ്മയ പിന്നെ ഒരു തർക്കുത്തരത്തിന് മുതിരാതെ ചിത്രയെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് ഗൗരിയുടെ നിഴൽ പറ്റി നടന്നു. ഇപ്പോൾ ഗൗരി ഇല്ലാതെ ചിത്രക്കരികിൽ പോകുന്നത് പോലും അമ്മയ്ക്ക് പേടിയാണ്. ഒന്നാകെ ദഹിപ്പിച്ചു കളയും വിധമാണ് ചിത്ര തന്നെ നോക്കുന്നത് പോലും. ചിത്രയോടും അമ്മുവിനോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്ന നേരമാണ് വഴിയിൽ ഒരു കാറ് കിടക്കുന്നത് ഗൗരി കാണുന്നത്. അത്യാവശ്യം ആഡംബരം തോന്നിപ്പിക്കുന്ന ആ കാർ അവൾ ഒന്ന് അടിമുടി ഒന്ന് നോക്കി. എവിടെയോ കണ്ടു മറന്ന പോലെ. ഇന്നാട്ടിൽ രുദ്രേട്ടനല്ലാതെ ഇതുപോലത്തെ ഒരു വണ്ടിയില്ല അവൾ ഊഹിച്ചു. വഴി കടന്നാൽ രാമേട്ടൻ്റെയും തൻ്റെയും മാത്രം വീടുള്ളൂ. വീട്ടുമുറ്റത്ത് സ്ഥലം കുറവായതുകൊണ്ട് രാമേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നവർ അത്രയും ഈ വഴിയിലാണ് വണ്ടി ഒതുക്കാറ്. ആരുടെ വീട്ടിലേക്കായിരിക്കും പുതിയ അതിഥി? ഗൗരി ചിന്തിച്ചുകൊണ്ടിരുന്നു. തൊട്ടപ്പുറമുള്ള രാമൻ്റെ വീട്ടിലേക്കൊന്ന് എത്തി വലിഞ്ഞു നോക്കിയിട്ട് ആരെയും കാണുന്നില്ല എന്ന് കാണേ ഗൗരി ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് നടന്നു. പൊടുന്നനെ തനിക്ക് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന മനുഷ്യനെ കാണേ ഗൗരിയുടെ കാലുകൾ ചലനമറ്റ് നിന്നുപോയി. ഒരു നേരമേ കണ്ടിട്ടുള്ളൂ എങ്കിലും രാജീവിൻ്റെ മുഖം ശക്തിയോടെ അവളുടെ തലച്ചോറിലേക്ക് ഇരച്ചു കയറി വന്നു. പക്ഷേ അന്ന് കണ്ട വൈരാഗ്യ ബുദ്ധിയോ വെറുപ്പോ ഒന്നും അവൻ്റെ മുഖത്തില്ല. തികഞ്ഞ ശാന്തത മാത്രം. എന്താടോ, പേടിയാണോ? രാജീവ് അവളുടെ മുന്നിലേക്ക് വന്ന് നിന്നു. ഗൗരിയുടെ മുഖത്ത് വെറുപ്പും ഭയവും ഒരുപോലെ വന്ന് നിറഞ്ഞു. ഗൗരി, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. സാധാരണ അങ്ങനെ ഒരു അബദ്ധമൊന്നും എൻ്റെ അടുത്ത് നിന്നുണ്ടാവാറില്ല. പക്ഷേ ഇതന്ന് കുറച്ചധികം കഴിച്ചിരുന്നു. ബുദ്ധി മരവിച്ചൊരവസ്ഥയിൽ തെറ്റുപറ്റിപ്പോയതാണോ? രാജു ക്ഷമാപണത്തോടെ പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലോ. ഇപ്പോഴാണോ സാറിന് കുമ്പസരിക്കാൻ തോന്നിയത്? ഗൗരിയുടെ ചുടികളിൽ പുച്ഛം കലർന്നു. രാജീവിന് ആ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവൻ അത് മുഖത്ത് കാണിച്ചില്ല.
അന്നേ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ തന്നെ അഭിമുഖീകരിക്കാൻ വല്ലാത്തൊരു മടി. അതുകൊണ്ടാണ് ഞാൻ രാജീവ് പാതി വഴിയിൽ പറയുന്നത് നിർത്തി. സാറ് നേരത്തെ പറഞ്ഞല്ലോ കള്ളു കുടിച്ചപ്പോൾ പറ്റിപ്പോയതാണെന്ന്. ആ ചെറ്റത്തരം സാറിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അല്ലാതെ അതൊരു അബദ്ധമൊന്നുമല്ല. സാറിനെ അവിടെ നിന്നും അടിച്ചിറക്കി വിട്ട ഒരുത്തയില്ലേ, കൈലാസത്ത് വീട്ടിലെ രുദ്രൻ. അങ്ങേരും കുടിച്ചും അടിപിടി ഉണ്ടാക്കിയും നാട് വിറപ്പിച്ച് നടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇന്നും ഇനി എന്നും ബോധമറിയുന്നവരെ കുടിച്ചാലും രുദ്രൻ ഒരിക്കലും രാജീവാവില്ല. അയാൾക്ക് അമ്മയെയും പെങ്ങളെയും കണ്ടാൽ നന്നായിട്ട് തിരിച്ചറിയാം. രാജീവ് ഗൗരിയെ കണ്ണിമ വെക്കാതെ ഒന്ന് നോക്കി. ഞാൻ വിചാരിച്ചതിലും ഒരുപാട് സ്മാർട്ടാണ് ഗൗരി. ഇവിടെ നിന്ന് തിരിഞ്ഞാൽ അതൊന്നുകൂടെ സാറിന് ബോധ്യപ്പെടും. അതുകൊണ്ട് സാറ് പോവാൻ നോക്ക്. ഗൗരി പല്ല് ഞെരിച്ചുകൊണ്ട് ദേഷ്യടക്കി. ശരി, ഇപ്പം ഞാൻ പോകുന്നു. പക്ഷെ ഇനിയും നമ്മൾ കാണേണ്ടി വരും ഗൗരി. അത് തടുക്കാൻ എന്നെക്കൊണ്ടോ നിന്നെക്കൊണ്ടോ ആയെന്ന് വരില്ല. വിധി എന്ന് പറയുന്നൊന്നുണ്ടല്ലോ, അത് എത്ര തട്ടി മാറ്റിയാലും ചില മനുഷ്യരുടെ മേൽ ഇടിത്തി പോലെ അങ്ങ് ചെന്ന് വീഴും. മുള്ളും മുനയും വെച്ചുള്ള രാജീവിൻ്റെ സംസാരം ഗൗരിക്ക് ഒട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. തന്നെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് രാജീവ് മുന്നോട്ട് നടക്കവേ ഗൗരി ചവിട്ടിത്തുള്ളി വീട്ടിലേക്ക് കയറിയിരുന്നു. അമ്മേ, വാതിലും തുറന്നിട്ട് എങ്ങോട്ട് പോയിരിക്കുകയാ? കണ്ട തെരുവ് പട്ടികൾ ഉമ്മറത്ത് കയറുന്നത് കണ്ടില്ലേ? ഗൗരിയുടെ ശബ്ദം രാജീവിൻ്റെ കർണപുടത്തിലേക്ക് തുളഞ്ഞു കയറി. അത് തന്നെ ഉന്നം വെച്ച് അവൾ പറഞ്ഞതാണെന്ന് അവന് തീർച്ചയായിരുന്നു. ഇതിനെല്ലാം കൂടെ ഉള്ളത് ഞാൻ തിരിച്ചു തരുമ്പോൾ നീ താങ്ങുവോ ജാനകി? അതോ നിന്റെ രാവണൻ വന്ന് നിന്നെ അങ്ങ് രക്ഷിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ആണി അടിക്കും ഞാൻ. നിന്റെയും അവൻ്റെയും ലോകം അറിയാത്ത പ്രണയത്തിന് ആണി അടിച്ചിരിക്കും ഈ രാജീവ്. രാജീവിൻ്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു. വീട്ടിലേക്ക് കയറി ചെന്ന ഗൗരി കണ്ട കാഴ്ചയുടെ ഞെട്ടലിൽ വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നുപോയി. അമ്മേ! ഗൗരിയുടെ വിളിയിലാണ് സാവിത്രിക്ക് ഒരു നിമിഷം സ്വബോധം ഉണ്ടായത്. എന്താ ഇതൊക്കെ? അവൾ തുടിച്ച കണ്ണുകളോടെ അവൾക്ക് നേരെ നോക്കി. കയ്യിലിരിക്കുന്ന നഗരത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിൻ്റെ കവറുകൾ സാവിത്രി പെട്ടെന്ന് പുറകിലേക്ക് പിടിച്ചു. കുടുംബത്തോടെ വിലയിട്ടിട്ടാണല്ലേ രാജീവ് ഇപ്പോൾ പോയത്. അതാണ് അവൻ്റെ മുഖത്ത് ഇത്ര ആത്മവിശ്വാസം. ഗൗരി സാവിത്രിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. മോളെ, അത്... സാവിത്രി തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരുങ്ങി. വേണ്ടമ്മ, ഇനി ന്യായീകരിച്ച് കൂട്ടണ്ട. അയാൾ കാണിച്ചത് അമ്മ മറന്നുപോയോ? രുദ്രൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു. മോളെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അത്ര മോശക്കാരനൊന്നുമല്ല രാജീവ്. അന്ന് ആ ചെറുക്കനൊരു അബദ്ധം പറ്റിയതാ. സാവിത്രി ന്യായീകരിക്കാൻ ശ്രമിച്ചു. അവന് തൻ്റെ കൈ കിട്ടിയ, ഒരിക്കൽ കൂടെ കിട്ടിയ, ഞാൻ വെട്ടിക്കീറുമെന്ന് പറഞ്ഞ് നടന്നിരുന്ന അമ്മയിൽ നിന്നും ഇപ്പോൾ കാണുന്ന സ്ത്രീയിലേക്കുള്ള ദൂരം ഒരുപാടാണെന്ന് ഗൗരിക്ക് തോന്നിപ്പോയി. അമ്മയുടെ കണ്ണുകളിൽ ഇതുവരെ കാണാത്തൊരു ആർത്തി തിളങ്ങുന്നത് ഗൗരി കണ്ടു. രാജീവ് മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഗൗരി അമ്മയുടെ മുഖത്ത് നോക്കി നെറ്റി ചുളിച്ചു. ആ ചോദ്യം കേട്ടപാടെ അവരുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചു വന്നു. ഉവ്, അന്നൊരു അബദ്ധം പറ്റിയതാണെന്നും ജീവിതത്തിൽ ആദ്യമായി പറ്റിയ തെറ്റിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞു. പിന്നെ... സാവിത്രി പകുതി വഴിയിലൊന്ന് നിർത്തി. പിന്നെ... ഗൗരി സംശയത്തോടെ അമ്മയെ തന്നെ ഉറ്റുനോക്കി. മോളെ, ആ കുട്ടിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിന്നോട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാൻ പറഞ്ഞു. ഓഹോ, അപ്പോൾ കല്യാണാലോചന വരെ ആയി കാര്യങ്ങൾ. എന്നിട്ട് അമ്മ എന്ത് മറുപടി പറഞ്ഞു? ഗൗരിയിൽ പുച്ഛം നിറഞ്ഞു. അത് മോളെ, നടക്കുവാണെങ്കിൽ ഇതോടെ ഈ കുടുംബം രക്ഷപ്പെടില്ലേ? അപ്പോൾ അമ്മ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? അയാൾക്ക് എന്നോട് നല്ല വൈരാഗ്യമുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹാലോചന പോലും. നീ നിൻ്റെ ഓരോ തോന്നലുകളാണ് പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ടാണോ ഓരോരുത്തർ പകരം വീട്ടുന്നത്? സാവിത്രി അനിഷ്ടത്തോടെ മുഖം വെട്ടിച്ചു. അമ്മയുടെ ചിന്തകൾ രാജീവിൻ്റെ പ്രകടനത്തിൽ മഞ്ഞളിച്ചു പോയി എന്ന് ഗൗരിക്ക് ഒരുവിധം ഉറപ്പായി. അമ്മയ്ക്കെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്? ഗൗരി ചോദിച്ചു പോയി. നീ ഇതെന്തറിഞ്ഞിട്ടാ ഗൗരി? അന്ന് കൈലാസത്ത് നടന്നതിന് എല്ലാം നീയും തെറ്റുകാരിയാണെന്നാണ് നാട്ടുകാരിൽ പലരും പറയുന്നത്. നിനക്കറിയുന്നതല്ലേ, നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ചെറുത്ത് കിട്ടിയാൽ മതി. ഈ ഒരു കാരണം കൊണ്ട് നാളെ നിനക്ക് വരുന്ന നല്ല ആലോചനകൾ ഇവരൊക്കെ ചേർന്ന് മുടക്കും. രാജീവിൻ്റെ ഈ ആലോചന ദയവായിട്ട് കൊണ്ടുവന്ന് തന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാവിത്രി തൻ്റെ ഭാഗം ഗൗരിയോട് ഭംഗിയായി അവതരിപ്പിച്ചു. ഇന്നലെ രാത്രി വരെ ഇല്ലാത്ത സങ്കടവും ആകുലതയും എല്ലാം ഇന്ന് രാജീവിനെ കണ്ടപ്പോൾ അമ്മയുടെ ഉള്ളിൽ എങ്ങനെ പൊട്ടിമുളച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം അമ്മ. അമ്മയുടെ അമ്മക്കെല്ലാം പണത്തോടുള്ള ആർത്തിയാണിപ്പോൾ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ ഒരിക്കലും അതുപോലെ അല്ലല്ലോ എന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പണത്തിൻ്റെ മേൽ ഒരു പരുന്തും പറക്കത്തില്ല എന്ന്. ഗൗരിയുടെ കണ്ണുകളിൽ ഒരു രോഷം കാണുമ്പോൾ സാവിത്രിക്ക് അല്പം പതർച്ച തോന്നിയെങ്കിലും രാജീവുമായുള്ള വിവാഹം നടന്നു കിട്ടിയ അത് ഗൗരിക്ക് ഗുണമേ ചെയ്യൂ എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു പോയിരുന്നു.
അത്രത്തോളം അഭിനയ മികവ് കാഴ്ചവെച്ച് ഗൗരിയുടെ ജീവിതത്തിൽ അവസാനത്തെ അണിയും അടിച്ചിട്ടാണ് അവൻ ആ പടിയിറങ്ങിയത്. പക്ഷേ ഇരുട്ടിൻ്റെ മറപറ്റി ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില ഇടാൻ ഒരുങ്ങുന്നവന് എത്രത്തോളം മാന്യത ഉണ്ടാകുമെന്ന് ആ അമ്മ അന്നേരം ഓർക്കാൻ കൂടെ തയ്യാറായില്ല. ആ അമ്മയുടെ മനസ്സിൽ അപ്പോൾ മറ്റു പല കണക്കു കൂട്ടലുകളും ഉണ്ടായിരുന്നു അന്നേരം. നീ ഇങ്ങനെ ടെൻഷൻ ആവാതടി, നിന്റെ സമ്മതമില്ലാതെ ആരും നിന്നെ താലി കെട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. അമ്മയുടെ മാറ്റം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ഗൗതം. എൻ്റെ ഗൗരി, അയാൾ വന്ന് 2 പഞ്ചാര വാക്ക് പറഞ്ഞപ്പോൾ അമ്മ അതിൽ വീണുപോയി എന്ന് കരുതി നിന്റെ മനസ്സ് കാണാതെ അമ്മ ഒന്നിലേക്കും നിന്നെ കൊണ്ട് ചാടിക്കില്ല. ഗൗതം അവൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഗൗരിയുടെ മനസ്സ് വല്ലാത്ത സംഘർഷത്തിലായിരുന്നു. അമ്മയുടെ മാറ്റങ്ങൾ അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിലുപരി തന്നെക്കുറിച്ച് രാജീവിന് എല്ലാം അറിയാം. രുദ്രനെ താൻ സ്നേഹിക്കുന്നത് ഈ ലോകത്ത് ചിത്രക്കും അമ്മുവിനും മുത്തശ്ശിക്കൊഴികെ മറ്റാർക്കും അറിയില്ല. പക്ഷെ എന്നിട്ടും രാജീവ് അതറിഞ്ഞു. എങ്ങനെ? അന്ന് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രുദ്രൻ കയറി തടഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഊഹം അവനിൽ ഉണ്ടായതെന്ന് ആദ്യം തോന്നിയെങ്കിലും രാജീവ് എടുത്തു പറഞ്ഞ ആ പേര് തന്നെ സംഘർഷത്തിലാക്കുന്നു. രാവണൻ്റെ ജാനകി. ആലോചിക്കും തോറും ഗൗരിക്ക് തലപെരുത്തു തുടങ്ങി. പക്ഷേ അന്നേരം ഒരു കാര്യം ഗൗരി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എത്ര എളുപ്പം തൻ്റെ പ്രണയം രുദ്രനോട് പറയണമെന്ന്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ എന്നേക്കുമായി തനിക്ക് അവനെ നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കാം. ഗൗരിയുടെ ഉള്ളിലിരുന്ന് ആരോ അവൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. നിന്റെ അമ്മയിൽ നിന്നും ഒരിക്കലും ഞാൻ ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷിച്ചില്ല ഗൗരി. പണം കൊണ്ട് വിലക്ക് വാങ്ങാൻ പറ്റാത്തത് എന്തുണ്ട് ചിത്രേ ഈ ലോകത്ത്? ഇന്നേ വരെ കാണാത്ത അളവറ്റ കാര്യങ്ങൾ മുന്നിൽ കണ്ടപ്പോൾ അമ്മയുടെ മനസ്സ് ഒന്ന് പതറിപ്പോയി. ഇപ്പോൾ വരായികളെ കുറിച്ച് ചിന്തിക്കാനൊന്നും അമ്മക്ക് സാധിക്കുന്നില്ല. പണം സൃഷ്ടിക്കുന്ന മായാലോകത്ത് അമ്മ മനഃപൂർവ്വം എല്ലാം മറക്കുന്നു. ഗൗതമിൻ്റെ പെരുമാറ്റം എങ്ങനാ? ചിത്ര ആശങ്കയോടെ ഗൗരിയെ നോക്കി. ഒരു വയറ്റിൽ ഒരേ സമയം കുരുത്തവരല്ലേ. അവൻ എന്നെ ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവന് വേണ്ടി ഒരു ത്യാഗവും ചെയ്യേണ്ട കാര്യമില്ലെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. രാജീവ് അവൻ്റെ ചികിത്സ ഉൾപ്പെടെ ഏറ്റെടുക്കുമെന്നൊരു വാക്കും കൂടെ പറഞ്ഞതാണ് കാര്യങ്ങൾ ഇത്ര വഷളാക്കാൻ കാരണം. അമ്മക്കിപ്പോൾ ഗൗതമിനെ പഴയ പോലെ തിരിച്ചു കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. ഗൗരി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഗൗതമിന് നിന്നെ മനസ്സിലാവുണ്ടല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. ഇനി എന്താ ഗൗരി നിന്റെ തീരുമാനം? രുദ്രനെ ഇനിയും ഇതൊന്നും അറിയിക്കാതിരിക്കുന്നത് അപകടമാണ്. എനിക്കറിയാം, പക്ഷേ ഞാൻ ഗൗതമിനെ ഇങ്ങനെ ഇട്ടിട്ട് വേറൊരു ജീവിതം തേടിപ്പോകാൻ ഒരുക്കല്ല ചിത്രേ. എന്നെ പറ്റിയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും അറിഞ്ഞ രുദ്രൻ എൻ്റെ ബാധ്യതകൾ ഉൾപ്പെടെ ഏറ്റെടുക്കും. പക്ഷെ ജീവിച്ചു തുടങ്ങിയിട്ടൊരു നാളിൽ അവൻ്റെ പണവും പ്രശസ്തിയും കണ്ടിട്ടാണ് ഞാൻ അവനെ സ്നേഹിച്ചതെന്ന് അവന് തോന്നിയാൽ അതെനിക്ക് സഹിക്കത്തില്ലടി. പിന്നെ നീ എന്ത് ചെയ്യാനോ ഉദ്ദേശം? പറഞ്ഞു കേട്ടിടത്തോളം രാജീവ് രണ്ടും കൽപ്പിച്ചാണ്. പക തീർക്കാൻ അവന് നിന്നെ കിട്ടിയേ തീരൂ. എല്ലാം അറിയാഞ്ഞിട്ടും ഗൗരി നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. ഗൗരിയുടെ നിശബ്ദത ചിത്രയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഗൗരി, നീ ഒന്നീ തിരുത്തി ചിന്തിച്ചു നോക്ക്. രുദ്രന് പകരം രാജീവിനെ സ്നേഹിച്ചാൽ നിനക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. രുദ്രനോടല്ലെങ്കിലും ഇട്ടുമൂടാൻ പറ്റുന്ന അത്ര സ്വത്തും മുതലും രാജീവിനും ഉണ്ട്. നിനക്ക് നിന്നെ 2 തലമുറക്കും നിലത്ത് ഇലയിട്ട് വെറുതെ ഉണ്ടും കുടിച്ചിരിക്കാനുള്ള പണം രാജീവിൻ്റെ അടുത്തുണ്ട്. രുദ്രനെ നീ ആരാണെന്ന് ഇതുവരെ അറിയുക പോലും ഇല്ല. നീ ആ വരച്ചു കൂട്ടുന്നത് അയക്കുന്നത് നിർത്തിയാൽ നിന്നെ കണ്ടുപിടിക്കാനുള്ള വഴി പോലും അവനറിയില്ല. അതുകൊണ്ട് ഒരിക്കലും നിൻ്റെയും രാജീവിൻ്റെയും ഇടയിൽ ഒരു വിലങ്ങ് തടിയായി വരാൻ അവന് കഴിയില്ല. കുറേ നാൾ കഴിഞ്ഞാൽ രുദ്രൻ ഇതൊക്കെ മറക്കുകയും ചെയ്യും. അമ്മയ ആവേശത്തോടെ തൻ്റെ മനസ്സിലുള്ളത് ഗൗരിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ ചുണ്ടുകളിൽ വല്ലാത്തൊരു പുച്ഛമായിരുന്നു വന്ന് നിറഞ്ഞത്. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അമ്മയുടെ നെറ്റി ചുളഞ്ഞു. പണത്തിന് മീതെ മറ്റു വല്ലതും ഉണ്ട് അമ്മു, അത് നീ മറക്കരുത്. നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയമാണ്. പണത്തിനോടുള്ള ആർത്തി കാരണം നീ എന്തെങ്കിലും ചതിക്കുഴിയിൽ പോയി ചാടുമോ എന്ന ഭയം. വലിയ വലിയ ചതിക്കുഴികളുണ്ട് നമുക്ക് ചുറ്റും. എല്ലാം മറന്ന് ഇതുപോലെ സമ്പത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നും പോയി ചാടാതെ നോക്കണം. ഗൗരി രോക്ഷമടക്കിക്കൊണ്ട് അമ്മയെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം വടിയൊടുക്കില്ലല്ലോ. ഒരു നെടുവീർപ്പോടെ അമ്മു ഗൗരി പോകുന്നതും നോക്കി ആ നിൽപ്പ് നിന്നു. സന്ദീപിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ചിത്രക്ക് ദേഹം കുളിരുന്നുണ്ടായിരുന്നു. എന്നും കാണും താൻ വന്ന് കയറുമ്പോൾ തെക്കേ തൊടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കുളിർക്കാറ്റ്. ഇടയ്ക്കെപ്പോഴോ തോന്നി ആ കാറ്റിന് അവൻ്റെ ഗന്ധമാണെന്ന്. ഇങ്ങനെ ഇടയ്ക്ക് എല്ലാ ഒരു വരവുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തയ്ച്ചും പച്ചക്കറി വിറ്റും മറ്റും കിട്ടുന്ന പണം എന്തെങ്കിലും മിച്ചം വെച്ച് ആ അമ്മയെ ഏൽപ്പിക്കും. ആദ്യം എല്ലാം ആ അമ്മയുടെ കണ്ണിൽ ഒരു ചോദ്യഭാവമായിരുന്നു. ഇത്രമാത്രം തങ്ങളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും മാത്രം നീ ആരാണെന്നൊരു ചോദ്യം. അമ്മയുടെ മകൻ എൻ്റെ ജീവനായിരുന്നു എന്ന് ഞാൻ മൗനമായി അതിന് മറുപടി പറയും. ഇപ്പോഴും മരിക്കാത്തൊരു പ്രണയം എൻ്റെ ഉള്ളിലുണ്ടെന്നും.
ഈയിടെയായി അങ്ങനൊരു ചോദ്യഭാവം ആ അമ്മയുടെ കണ്ണിലില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ ആ അമ്മ ഊഹിച്ചെടുത്ത് കാണും എൻ്റെ മനസ്സ്. കയ്യിലേക്ക് പണം വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ കയ്യിൽ വീണു പൊള്ളും. അത് കാണുമ്പോൾ അറിയാതെ പ്രാർത്ഥിച്ചു പോവും, ആ അമ്മയുടെ ശാപം അമ്മുവിൻ്റെ മേൽ വന്ന് പതിയരുതേ എന്ന്. ചിന്തകൾ കുമിഞ്ഞു കൂടിയ നേരത്താണ് ചിത്ര എതിർഭാഗം നടന്നു വരുന്ന മനുഷ്യനെ കണ്ടത്. ചുരുണ്ടുകൂടി ഒരു ബീഡിയും പുകച്ചു വിടുന്ന മനുഷ്യൻ തൻ്റെ അരികിലെത്തിയപ്പോൾ അയാളിൽ നിന്നും രൂക്ഷമായ മദ്യത്തിൻ്റെ ഗന്ധം പടർന്നു വരുന്നുണ്ടായിരുന്നു. വാസുമാമ, എന്താ ഇവിടെ? ചിത്ര അതിശയത്തോടെ അയാളെ തന്നെ നോക്കി. ഒരുത്തിയെ ജനിപ്പിച്ചു പോയില്ല മോളെ, അവളായി ഉണ്ടാക്കി വെച്ച പാപങ്ങളെല്ലാം എന്നെ കൊണ്ടാവും വിധം ഞാൻ തിരുത്തുന്നു. അല്ലാതെ അവളെ അങ്ങ് കൊന്നു കളയാൻ പറ്റില്ലല്ലോ, മകളായി പോയില്ലേ. അമ്മുമായി സന്ദീപ് ഇഷ്ടത്തിലായപ്പോൾ അവൻ ആദ്യം എന്നെയാണ് വന്ന് കണ്ടത്. സന്ദീപിനെ പോലെ ഒരുവനെ അവൾക്ക് ഇനി ഈ ജന്മം മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ അവൾ മുന്നേ കാണിച്ച കുരുത്തക്കേടെല്ലാം ഞാനും അവനോട് മറച്ചു വെച്ചു. സന്ദീപിൻ്റെ ഒപ്പം കൂടുമ്പോൾ അവൾ നന്നാവും എന്നൊരു അത്യാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷെ ആ ദ്രോഹി ആ കൊച്ചനെ കൂടെ കൊണ്ടുപോയി കുരുതി കൊടുത്തു കളഞ്ഞു. അവൾ ശ്യാമളയുടെ വയറിൽ കുരുത്തതല്ലേ, അപ്പോൾ ആ വിഷവിത്തിൻ്റെ സ്വഭാവം ഇന്നല്ലെങ്കിൽ നാളെ അവൾ പുറത്തു കാണിക്കുമെന്ന് ഞാനും ഊഹിക്കണമായിരുന്നു. മിച്ചം വെച്ച് എന്തെങ്കിലും കിട്ടുന്നത് സന്ദീപിൻ്റെ ഇളയതിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കും. എൻ്റെ മകൾക്കോ ഭാര്യക്കോ തിന്നാൻ കൊടുത്ത് വളർത്തിയിട്ട് കാര്യമില്ല മോളെ, അതും മറ്റുള്ളവരോട് ഞാൻ ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും. ചിത്ര മനുഷ്യനെ നോക്കി വെറുതെ നിന്നതേ ഉള്ളൂ. നിൻ്റെ ഉള്ളിൽ അവനുണ്ടായിരുന്നു അല്ലേ? ചോദിക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് വാസുവിൻ്റെ തല താഴ്ന്നുപോയി. ചിത്ര ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ വാസുവിനുള്ള ഉത്തരം ആയിരുന്നു. എല്ലാവരെയും പോലെ ഒരുപോലെ ആ പുന്നാരമോൾ ചതിച്ചു കളഞ്ഞു, വാസു പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അമർഷവും സങ്കടവും നിറഞ്ഞ മുഖത്തോടെ ആ മനുഷ്യൻ മുന്നോട്ട് നടന്നു. അന്ന് പതിവ് പോലെ കൈലാസത്തെ പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഗൗരി അല്പം സന്തോഷത്തിലായിരുന്നു. രാജീവ് വെല്ലുവിളിച്ച് പോയിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു. പിന്നീട് അവൻ്റെ വിവരം ഒന്നും ഉണ്ടായില്ല എന്നതിൽ ഗൗരിക്ക് ആശ്വാസം തോന്നി. ചിലപ്പോൾ ആ നേരത്തെ അമർഷത്തിൽ പറഞ്ഞത് പോയതായിരിക്കും. പിന്നെ ആലോചിച്ചപ്പോൾ തന്നെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കുന്നത് ബുദ്ധിയായി തോന്നിക്കാണില്ല. ഓരോന്നും ഊഹിച്ചും തിരുത്തിയും മുന്നോട്ട് നടക്കവെയാണ് അവൾ തൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആളെ കാണുന്നത്. ഒരു നിമിഷം അവൾക്ക് തല ചുറ്റും പോലെ തോന്നി, കണ്ണിൽ ഇരുട്ടു കയറും പോലെയും. തൻ്റെ ഭാവി എന്താകുമെന്നൊരു ആശങ്ക ഗൗരിയുടെ തലച്ചോറിൽ ഉരുണ്ടുകയറി. അശോകൻ അവളെ കാണെ വരുത്തി തീർത്തൊരു ചിരിയോടെ അവൾക്കരികിലേക്ക് വന്നു. മോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അയാൾ ഏറ്റവും വിനയമായി സംസാരിച്ചു തുടങ്ങി. അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ സാറേ. പിന്നെ ഒരിക്കലും മറന്നു പോവാതിരിക്കാനാണ് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് സാറിൻ്റെ മകൻ വന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ മുഖവും അന്നത്തെ ദിവസവും. ഗൗരിയിൽ പുച്ഛം നിറഞ്ഞു. ഗൗരിയുടെ നിൽപ്പും മര്യാദയില്ലാത്ത സംസാരവും ഒന്നും അയാൾക്ക് ഒട്ടും ദഹിക്കുന്നില്ലായിരുന്നു. മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ അവളുടെ അഹങ്കാരം ഈ അശോകൻ തീർത്തു കൊടുത്തേനെ. പക്ഷെ ഇപ്പോൾ അത് തന്നെ കൊണ്ട് സാധിക്കില്ല. അതിനുള്ള കാരണക്കാരൻ തൻ്റെ മകനും. അയാൾ സംയമനം പാലിച്ചുകൊണ്ട് കോപമടക്കി. എൻ്റെ മോന് അന്നൊരു തെറ്റുപറ്റി. ഒരച്ഛൻ എന്ന നിലയിൽ ഒരിക്കലും ഞാൻ അവനെ ന്യായീകരിക്കില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പറ്റിപ്പോയ തെറ്റിന് അവന് കുറ്റബോധം കൊണ്ട് നീറുകയാണ്. മോൾ അവനെ മനസ്സിലാക്കണം. അവൻ്റെ ജീവിതത്തിൽ മോളല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല എന്നാണ് അവൻ പറയുന്നത്. അശോകൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് അക്ഷമയോടെ ഗൗരിയുടെ മറുപടിക്കായി അവളെ നോക്കി. ഗൗരിയിൽ അതേ പരിഹാസചിരി തന്നെയാണ്. എന്തെങ്കിലും തട്ടയിൽ കയറി നിന്നാണ് ഈ ഡയലോഗ് അടിച്ചിരുന്നതെങ്കിൽ സാറിന് നല്ല കയ്യടി കിട്ടുമായിരുന്നു. ഇതിപ്പോൾ എനിക്കതിനും നിർവാഹമില്ലാതായി പോയല്ലോ. ഗൗരിയിൽ ആളെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ ഒരു പുച്ഛം വന്ന് നിറഞ്ഞു. മോളെ, ഞാൻ അകത്ത് അമ്മയോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ചിന്തിച്ച് മോളൊരു തീരുമാനത്തിലെത്തണം. എൻ്റെ കുടുംബത്തിന് അനുകൂലമായൊരു തീരുമാനം തന്നെ മോൾ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അശോകൻ ക്ഷമയുടെ അവസാനത്തെ പടിയിൽ നിന്നുകൊണ്ട് ഗൗരിയോട് അത്രയും പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ദേഷ്യം കൊണ്ടാണ് ഗൗരി ഉള്ളിലേക്ക് കയറിയത്. അമ്മേ, അമ്മേ! കയ്യിലുണ്ടായിരുന്ന സഞ്ചി അവൾ നിലത്തേക്ക് വിളിച്ചെറിഞ്ഞുകൊണ്ട് ചീറി. എന്താടി? അടുക്കളയിൽ നിന്ന് ഗൗരിയുടെ അട്ടഹാസം കേൾക്കെ സാവിത്രി ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിയിലാക്കി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. കണ്ടെല്ലാവരെയും വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിച്ചേക്കാന്ന് അമ്മ വല്ല ശപഥം ചെയ്തിട്ടുണ്ടോ? ആരുടെ കാര്യം നീ പറയുന്നത്? അവർ നെറ്റി ചൊളിച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ്റെ. അയാളൊക്കെ എന്തിനെങ്ങനെ സൽക്കരിച്ചിരുത്തുന്നേ? അയാൾ മകനെ നല്ല രീതിക്ക് വളർത്തിയിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് നല്ല കൂത്ത്. അശോകൻ സാറിനാണോ നീ ഇയാൾ എന്നൊക്കെ വിളിക്കുന്നത്? സാവിത്രി മൂക്കത്ത് വിരൽ വെച്ചു. സാറോ? ഏത് സാറ്? അമ്മയെ അയാൾ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ വിളിക്കാൻ? സാറെന്ന് വിളിക്കുന്നവരെ മാത്രമേ സാറെന്ന് വിളിക്കൂ. അദ്ദേഹത്തെ പോലെ മാന്യനായ ഒരാളെ പേരെടുത്ത് വിളിക്കാൻ പറ്റുമോ? പിന്നെ മാന്യനോ അയാളോ? അന്ന് രുദ്രൻ സാർ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മാനത്തിന് വില ഇട്ടേനെ, അച്ഛനും മകനും കൂടെ. അങ്ങനെ ആയിരുന്നുവെങ്കിലും അമ്മ ഇവരൊക്കെ വീട്ടിൽ വിളിച്ചിരുത്തി സൽക്കരിക്കുമായിരുന്നോ?
അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അതിന്, സാവിത്രി നിസ്സാര മട്ടിൽ പറഞ്ഞു. ഗൗരിക്ക് സാവിത്രിയുടെ മട്ടും പാവവും കാണെ മറ്റൊരാളെ പോലെ തോന്നി. അറവുമാടിനെ പോലെ എന്നെ പിടിച്ചു കൊടുത്ത അമ്മയ്ക്ക് എത്ര പണം തരാമെന്നാണ് അവർ പറഞ്ഞത്? ചോദിക്കുമ്പോൾ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. സാവിത്രി അവളെ തന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി. പിന്നെ പൊട്ടി പൊട്ടി കരഞ്ഞു തുടങ്ങി. ആ ഒരു കരച്ചിലിൽ ഗൗരിക്ക് ഒരു ആത്മാർത്ഥതയും തോന്നിയില്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ, അല്ലാതെ നീ എനിക്കൊരു ബാധ്യതയായിട്ടാണെന്നാണോ നീ വിചാരിച്ചേ? നീ രക്ഷപ്പെട്ട എൻ്റെ ഗൗതമോ രക്ഷപ്പെടൂ എന്ന് കരുതി. അത് ഇത്ര വലിയ തെറ്റായിരുന്നോ? സാവിത്രി നെഞ്ചത്തടിച്ച് കരച്ചിൽ തുടങ്ങി. പൊടുന്നനെ സാവിത്രിയുടെ കൈ ഗൗരി കൂട്ടിപ്പിടിച്ചു. വേണ്ട, ഇനിയും വേണ്ട ഈ അഭിനയം. എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കി ഞങ്ങളെ വിഷമിപ്പിക്കാതെ നിൽക്കുന്ന അമ്മയെ എനിക്ക് കണ്ടുപിടിച്ചേ. ആ ചിത്രം അങ്ങനെ തന്നെ മനസ്സിലിരിക്കട്ടെ. ഈ അമ്മയെ എനിക്കറിയില്ല, എനിക്കൊട്ടും പരിചയമില്ല. ഗൗരിയുടെ വാക്കുകൾക്ക് വല്ലാതെ മൂർച്ചകൂടി. സാവിത്രി ഒരു നിമിഷം നിശബ്ദം നിന്നുപോയി. ഗൗരി മുറിയിലേക്ക് കയറുമ്പോഴും അവളുടെ ഉള്ളിൽ എങ്ങനെ അവളെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാം എന്നൊരു ചിന്ത മാത്രമായിരുന്നു. ഇതെന്താ ഇവിടെ മിഥുൻ? അമ്മയെ തൻ്റെ നീളൻ കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കി. കുന്നാണ്. സായാഹ്നത്തിൻ്റെതായ ചെറിയൊരു ഇളം കാറ്റ് അവിടെ ഒട്ടാകെ വീശുന്നുണ്ട്. സാധാരണ ഇത് തലതെറിച്ചവന്മാരുടെ താവളമാണെന്നാണ് ഒരു പറച്ചിൽ. കള്ളുകുടിയും ചീട്ടുകളിയും അല്പം കഞ്ചാവും എല്ലാം ഈ നാട്ടിലെ യുവാക്കൾ ഒത്തുകൂടുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരി വെക്കും പോലെ ഒഴിഞ്ഞ ബിയർ ബോട്ടിലുകളും സിഗരറ്റ് കുറ്റികളും ഒഴിഞ്ഞ സിറിഞ്ചുകളും എല്ലാം അവിടെ ഇവിടെയായി കിടപ്പുണ്ട്. അമ്മയെ ആദ്യമായിട്ടായിരുന്നു അവിടേക്ക് വരുന്നത്. അല്പനേരം ആരുമില്ലാതെ തനിച്ചിരുന്നൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചിയപ്പോൾ ഒഴിഞ്ഞു മാറാൻ വേറെ വഴിയില്ലാതായപ്പോൾ മിഥുൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് തീരുമാനിച്ചതാണ് അവൾ. പക്ഷെ ഇപ്പോൾ അതൊരു തെറ്റായിപ്പോയി എന്ന് അമ്മുവിന് തോന്നുന്നു. സന്ദീപിന് ശേഷം തനിക്ക് കിട്ടിയ ഇരയാണ് മിഥുൻ. പക്ഷെ സന്ദീപിനെ പോലെയല്ല ഒരിക്കലും മിഥുൻ. കിട്ടിയ അവസരങ്ങളെല്ലാം മുതലെടുക്കാൻ അവന് നന്നായിട്ടറിയാം. തൊട്ടും തലോടിയുമുള്ള അവൻ്റെ നോട്ടത്തിൽ നിന്നും തന്നെ ഒഴുകി മാറാൻ അല്പം പാടാണ്. ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ കുഴപ്പമില്ല. അതും കഴിഞ്ഞ് പോകുമ്പോഴാണ് എല്ലാം പ്രശ്നം. നാളെ അവൻ ഒഴിവാക്കിയാലും അവൻ്റെ പേരിലുള്ള ഒരു ബാധ്യതയും തൻ്റെ ശരീരത്തിലോ ജീവിതത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. ഓരോന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് മിഥുൻ അവളെ ശക്തിയായി പുറകിൽ നിന്ന് പുണർന്നത്. ഒന്ന് വെട്ടിമാറി തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് മിഥുനല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. വെപ്രാളത്തോടെ ഒന്ന് പരതി നോക്കിയ അമ്മയെ കാണുന്നത് തന്നെ നോക്കി വികൃതമായൊരു ചിരിയോടെ നോക്കി നിൽക്കുന്ന മിഥുനെയാണ്. അവൻ്റെ കൂടെ 2-3 വേറെയും ചെറുക്കന്മാരുണ്ട്. അമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. താൻ ചതിക്കപ്പെട്ട ദൈവമേ, അവൾക്ക് തല കറങ്ങും പോലെ തോന്നിത്തുടങ്ങി. തുടരും സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.